നമസ്കാരം. ജോബ് കോർണറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്ന, അതായത് PSC, UPSC, SSC പോലെയുള്ള എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒരു 100 ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ വരുന്ന അടുത്തതിന് ഒരുപാട് PSCൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ അതുപോലെയുള്ള തസ്തികയിലേക്ക് ഒരുപാട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് കമ്പോണൻറ്റ് on a automatic iron is dash. Option A heating element, option B pressure plate, option C slot plate, ഓപ്ഷൻ ഡി തെർമോസ്റ്റാറ്റ്. ഓപ്ഷൻ ഒരിക്കൽ കൂടി വായിക്കാം. ഹീറ്റിംഗ് എലമെൻറ്റ്, ബി പ്രഷർ പ്ലേറ്റ്, ഓപ്ഷൻ സി സോൾ പ്ലേറ്റ്, ഓപ്ഷൻ ഡി തെർമോസ്റ്റാറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെർമോസ്റ്റാറ്റ്. ഇൻറ്റേർണൽ ഗ്രോവലർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റോട്ടർ വൈൻഡിങ്, ഓപ്ഷൻ ബി സ്റ്റേറ്റർ വൈൻഡിങ്, ഓപ്ഷൻ സി ബിയറിംഗ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റർ കണക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റർ വൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇൻ എ സിംഗിൾ ഫേസ് മോട്ടർ ഈസ്. ഓപ്ഷൻ എ ലെസ് ദാൻ റണ്ണിങ്, ഓപ്ഷൻ ബി സെയിം ആസ് ദ other, ഓപ്ഷൻ സി മോർ ദാൻ റണ്ണിങ്, ഓപ്ഷൻ ഡി മോർ ഓർ ലെസ് ദാൻ റണ്ണിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മോർ ദാൻ റണ്ണിങ്. അടുത്ത ക്വസ്റ്റ്യൻ, റോട്ടർ ഓഫ് എ നോർമൽ റിപ്പൾഷൻ മോട്ടർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ സ്ക്വിറൽ ഗേജ് മോട്ടർ, ഓപ്ഷൻ ബി ഷേഡഡ് പോൾ മോട്ടർ, ഓപ്ഷൻ സി സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ ഡി DC മോട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, DC മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻ എ സീലിംഗ് ഫാൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഗിവിംഗ് ഫേസ് ഷിഫ്റ്റ്, ഓപ്ഷൻ ബി കൺട്രോൾ ദ സ്പീഡ്, ഓപ്ഷൻ സി ഇൻക്രീസ് ദ സ്പീഡ്, ഓപ്ഷൻ ഡി ഇംപ്രൂവ് ദ പവർ ഫാക്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗിവ് ഫേസ് ഷിഫ്റ്റ്. മൈക്ക ഫാൾസ് ഇൻ ഡാഷ് ഇൻസുലേഷൻ. ഓപ്ഷൻ എ ക്ലാസ് എ, ഓപ്ഷൻ ബി ക്ലാസ് ബി, ഓപ്ഷൻ സി ക്ലാസ് സി, ഓപ്ഷൻ ഡി ക്ലാസ് വൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്ക ഒരു ക്ലാസ് ബി ഇൻസുലേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷേഡഡ് പോൾ മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ കംപ്രസർ, ഓപ്ഷൻ ബി പ്രിൻറ്റിംഗ് പ്രസ്, ഓപ്ഷൻ സി ലൈറ്റ്സ്, ഓപ്ഷൻ ഡി സ്മോൾ ഫാൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്മോൾ ഫാനിലാണ് ഷേഡഡ് പോൾ മോട്ടർ യൂസ് ചെയ്യുന്നത്. നിയോൺ സൈൻ ട്യൂബ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡാഷ് പർപ്പസ്. ഓപ്ഷൻ എ അഡ്വർടൈസിംഗ്, ഓപ്ഷൻ ബി സെർച്ച് ലൈറ്റ്, ഓപ്ഷൻ സി സ്ട്രീറ്റ് ലൈറ്റ്, ഓപ്ഷൻ ഡി ഡൊമസ്റ്റിക് ലൈറ്റ്നിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അഡ്വർടൈസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം വേപ്പർ ലാമ്പ് ഗിവ്സ് ഡാഷ് കളർ. ഓപ്ഷൻ എ ബ്ലൂയിഷ്, ഓപ്ഷൻ ബി റെഡിഷ്, ഓപ്ഷൻ സി യെല്ലോയിഷ്, ഓപ്ഷൻ ഡി പിങ്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, യെല്ലോയിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെഡ് ആസിഡ് സെൽ നോട്ട് ബി ഡിസ്ചാർജ്ഡ് ബിലോ ഡാഷ് വോൾട്ട്. ഓപ്ഷൻ എ 2.3 വോൾട്ട്, ഓപ്ഷൻ ബി 1.8 വോൾട്ട്, ഓപ്ഷൻ സി 2 വോൾട്ട്, ഓപ്ഷൻ ഡി 1.15 വോൾട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1.8 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് എ സീലിംഗ് ഫാൻ ഈസ്. ഓപ്ഷൻ എ സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിങ്, ഓപ്ഷൻ ബി സ്ക്വിറൽ കേജ് വൈൻഡിങ്, ഓപ്ഷൻ സി സ്ക്വിറൽ കേജ് വൈൻഡിങ് ആൻഡ് ദ ബോഡി, ഓപ്ഷൻ ഡി റണ്ണിംഗ് വൈൻഡിങ് ഓൺലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ക്വിറൽ കേജ് വൈൻഡിങ് ആൻഡ് ദ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റർ ഇൻ എ സീലിംഗ് ഫാൻ ഈസ് കണക്റ്റഡ് ഇൻ ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ സീരീസ് വിത്ത് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഓപ്ഷൻ ബി ഇൻ പാരലൽ ടു ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഓപ്ഷൻ സി ഇൻ സീരീസ് ടു റണ്ണിംഗ് വൈൻഡിങ്, ഓപ്ഷൻ ഡി ഇൻ സീരീസ് ടു ദ സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സീരീസ് വിത്ത് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഷേഡഡ് പോൾ മോട്ടർ ദ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓപ്ഷൻ എ കപ്പാസിറ്റർ, ഓപ്ഷൻ ബി റെഗുലേറ്റർ, ഓപ്ഷൻ സി വൈൻഡിങ്, ഓപ്ഷൻ ഡി ഷേഡിംഗ് റിംഗ്.
Correct answer option D ആണ് ഷേഡിംഗ് റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചോക്ക് കോയിൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ട്യൂബ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദ ചോക്ക് കോയിൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ട്യൂബ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസസ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ, lamp become off, lamp become less bright, over current flows and damage the lamp. Option D, no effect is visible. Correct answer option C ആണ്, over current flows and damage the lamp. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്വിൻ ട്യൂബ് കണക്ഷൻ? ഓപ്ഷൻ എ, ലെസ് പവർ കൺസ്യൂംഡ്. ഓപ്ഷൻ ബി, സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഈസ് എലിമിനേറ്റഡ്. Option C, more light than single tube. Option D, efficiency can be increased. Correct answer option B ആണ്, stroboscopic effect is eliminated ആണ് correct answer. അടുത്ത question, which of the following is not a good conductor? Option A, aluminium. Option B, copper. Option C, silver. Option D, porcelain. Correct answer option D ആണ്, porcelain ആണ് not a good conductor. അടുത്ത question, transformer rating are usually expressed in terms of volt ampere, B volt, C ampere, D watts. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വോൾട്ട് ആംപിയർ ആണ്. സാധാരണ കിലോ വോൾട്ട് ആംപിയറിലും റേറ്റിംഗ് പറയാറുണ്ട്. അത് ഓപ്ഷൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓപ്ഷൻ എ വോൾട്ട് ആംപിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ KVA എന്ന ഒരു ഓപ്ഷനും കൂടി വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KVA ആളും കറക്റ്റ് ആൻസർ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിലവിലെ ഓപ്ഷൻ വെച്ചിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ്, വോൾട്ട് ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് കോസസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ഈസ് കോൾഡ് ആസ്. അതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോൾഡറിങ് ഈസ് ഡൺ ഓൺ ജോയിൻറ്റ്സ് ടു ഇംപ്രൂവ് ദ ഡാഷ്. ഓപ്ഷൻ എ, ടെൻസിൽ സ്ട്രെങ്ത്. ഓപ്ഷൻ ബി, റെസിസ്റ്റിവിറ്റി. ഓപ്ഷൻ സി, ഡക്റ്റിലിറ്റി. ഓപ്ഷൻ ഡി, കണ്ടക്ടിവിറ്റി. കറക്റ്റ് ആൻസർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കൂട്ടാനാണ് നമ്മൾ ജോയിൻറ്റിൽ സോൾഡർ ചെയ്യുന്നത്. അടുത്തത്, മാക്സിമം ലൈറ്റ് പോയിൻ്റ് അലൗഡ് ഇൻ എ വൺ സർക്യൂട്ട്. നമുക്കറിയാം 10 എണ്ണാണ് ഒരു സർക്യൂട്ടിൽ അലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഏതെല്ലായിരുന്നു നോക്കാം. ഓപ്ഷൻ എ 20 NOS, ഓപ്ഷൻ ബി 15 NOS, ഓപ്ഷൻ സി 10 NOS, ഓപ്ഷൻ ഡി ഇനി നമ്പർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ സി 10 നമ്പേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇഫ് ദ വൈൻഡിങ് ഹാസ് ഗ്രൂപ്പ് ഓഫ് കോയിൽ ഹാവിങ് ദ സെയിം സെൻറ്റർ ഇറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, കോൺസെൻട്രിക് വൈൻഡിങ്. ഓപ്ഷൻ ബി, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. ഓപ്ഷൻ സി, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഓപ്ഷൻ ഡി, സ്കിൻ വൈൻഡിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോൺസെൻട്രിക് വൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലിപ്പ് ഇൻ ഹൊറിസോണ്ടൽ റൺസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഡാഷ് സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ 25 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 15 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 20 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 10 സെൻറ്റിമീറ്റർ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം, അതൊരു ഡൗട്ട് ഉണ്ടാവും ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലിപ്സ് ഇൻ ഹൊറിസോണ്ടൽ റൺസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഡാഷ് സെൻറ്റിമീറ്റർ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 25 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 15 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 20 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 10 സെൻറ്റിമീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ക്രീപ്പിംഗ് എനർജി മീറ്റർ ഡാഷ് ഈസ് പ്രൊവൈഡഡ്. ഓപ്ഷൻ എ, ഡിസ്ക് ഈസ് മെയ്ഡ് ഓഫ് അലൂമിനിയം. ഓപ്ഷൻ ബി, ബ്രേക്ക് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ സി, diametrically opposite holes are drilled in the side. Option D, shading bands are used. Correct answer option C ആണ്, diametrically opposite holes are drilled in the side. അടുത്ത ക്വസ്റ്റ്യൻ, if power factor of a circuit is unity, its reactive power is dash. ഓപ്ഷൻ എ 0 ആണ്. ഓപ്ഷൻ ബി യൂണിറ്റി. ഓപ്ഷൻ സി മാക്സിമം. ഓപ്ഷൻ ഡി മിനിമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, KWH മീറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ എ ഡിഫ്ലക്റ്റിംഗ്. ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റിംഗ്. ഓപ്ഷൻ സി ഡിജിറ്റൽ. ഓപ്ഷൻ ഡി റെക്കോർഡിംഗ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഏത്? KWH meter. Potential transformer is used for connecting dash. Option A, energy meter to high current line. Option B, voltmeter to primary side. Option C, voltmeter to high voltage line. Option D, current coil to low voltage line. Correct answer option C ആണ്, voltmeter to high voltage line. അടുത്ത question, dash motor is used for electric traction. Option A, DC series motor. Option B, DC shunt motor. Option C, DC compound motor. Option D, stepper motor. Correct answer option A ആണ്, DC series motor. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റെയർ കേസ് പോയിന്റ് ഈസ് ഓപ്പറേറ്റഡ് വിത്ത് ഡാഷ് സ്വിച്ച്. ഓപ്ഷൻ എ 2 1-way സ്വിച്ച്. ഓപ്ഷൻ ബി 2 ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്. ഓപ്ഷൻ സി 3 1-way സ്വിച്ച്. ഓപ്ഷൻ ഡി 2 2-way സ്വിച്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 2-way സ്വിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എർത്ത് കണ്ടക്ടർ പ്രൊവൈഡഡ് എ പാത്ത് ടു ഗ്രൗണ്ട് ഫോർ ഡാഷ്. ഓപ്ഷൻ എ ഓവർ കറണ്ട്. ഓപ്ഷൻ ബി ലീക്കേജ് കറണ്ട്. ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ്. ഓപ്ഷൻ ഡി സർക്യൂട്ട് കറണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലീക്കേജ് കറണ്ട്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂസ് ഓപ്പറേറ്റ് ഡ്യൂ ടു ദ ഡാഷ് എഫക്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഓപ്ഷൻ എ മാഗ്നറ്റിക്. ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക്. ഓപ്ഷൻ സി ഹീറ്റിംഗ്. ഓപ്ഷൻ ഡി കെമിക്കൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹീറ്റിംഗ്. അടുത്തത്, ദ പർപ്പസ് by which an EMF is induced in a DC generator is called. Option A dynamic. Option B static. Option C chemical. Option D thermal. അടുത്ത ക്വസ്റ്റ്യൻ, DC supply is used for the operation of. Option A mercury vapor lamp. Option B sodium vapor lamp. Option C fluorescent lamp. Option D arc lamp. ഇതൊരു കറക്റ്റ് ആൻസർ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ്, ആർക്ക് ലാമ്പാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ. ഓപ്ഷൻ എ റെഡ്യൂസസ് ആസ് ലോഡ് ഇൻക്രീസസ്. ഓപ്ഷൻ ബി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ സി ഇൻക്രീസസ് ആസ് ലോഡ് ഇൻക്രീസ്. ഓപ്ഷൻ ഡി ഈസ് ആൻ ഇൻഡക്ഷൻ മോട്ടർ. കറക്റ്റ് ആൻസർ സ്പീഡ് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ ഈസ് ഡാഷ് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സിങ്ക്രണസ് മോട്ടർ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഡാഷ് പവർ ഫാക്ടർ. അതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ഇഫ് എ സിംഗിൾ ഫേസ് മോട്ടർ റൺസ് സ്ലോ, ദ കോസ് മേ ബി. ഓപ്ഷൻ എ ഓവർലോഡ്. ഓപ്ഷൻ ബി ലോ ഫ്രീക്വൻസി. ഓപ്ഷൻ സി ലോ വോൾട്ടേജ്. ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എനി ഓഫ് ദ എബോ. Alternator are rated in dash. Option A kVA. Option B kW. Option C HP. Option D kVAR. ഇതൊരു റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യവും ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 4ലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, kVA. അടുത്ത ക്വസ്റ്റ്യൻ, the discharge of shaded pole motor is. Option A low starting torque. Option B low efficiency. Option C very little overload capacity. Option D all of the above. കറക്റ്റ് ആൻസർ all of the above ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ DC generator works on the principles of. Option A Fleming's right hand rule. Option B Faraday's law of electromagnetic induction. Option C Lenz's law. Option D Faraday's law of electrolysis. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ടാണ് ഒരു DC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്പ്ലിറ്റ് റിംഗ് ഇൻ എ DC മെഷീൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ അയോൺ ആണ്. ഓപ്ഷൻ ബി സിൽവർ ആണ്. ഓപ്ഷൻ സി അലൂമിനിയം ആണ്. ഓപ്ഷൻ ഡി കോപ്പർ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കോപ്പർ ആണ്. In a small DC machine, the yoke is made up of. Option A cast iron. Option B brass. Option C aluminum. Option D copper. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാസ്റ്റ് അയൺ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഡാഷ് ജനറേറ്റർ ദ വോൾട്ടേജ് ക്യാൻ ബി ബിൽഡ് അപ്പ് ഈവൻ ഇഫ് ദർ ഈസ് നോ റെസിഡ്വൽ മാഗ്നറ്റിസം. ഓപ്ഷൻ എ സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ ബി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, ഓപ്ഷൻ സി കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഷണ്ട് ജനറേറ്റർ. കറക്റ്റ് ആൻസർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഇൻ എ ഡാഷ് ജനറേറ്റർ ദ വോൾട്ടേജ് ക്യാൻ ബി ബിൽഡ് അപ്പ് ഈവൻ ഇഫ് ദർ ഈസ് നോ റെസിഡ്വൽ മാഗ്നറ്റിസം. കറക്റ്റ് ആൻസർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫ്ലക്സ് ഇൻ എ ജനറേറ്റർ ഡിസ്റ്റോർട്സ് ഡ്യൂ ടു ഡാഷ്. ഓപ്ഷൻ എ resistance in the load, option B current in the commutator, option C current in the armature conductor, option D current in the field coil. Correct answer option C ആണ്, current in the armature conductor. Correct answer option C, current in the armature conductor. അടുത്ത ക്വസ്റ്റ്യൻ, which single phase motor has relative high power factor. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വിച്ച് സിംഗിൾ ഫേസ് മോട്ടർ ഹാസ് റിലേറ്റീവ് ഹൈ പവർ ഫാക്ടർ. ഓപ്ഷൻ എ യൂണിവേഴ്സൽ മോട്ടർ, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, ഓപ്ഷൻ സി റീപൾഷൻ മോട്ടർ, ഓപ്ഷൻ ഡി സിങ്ക്രണസ് മോട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റീപൾഷൻ മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ലിപ്പ് റിങ്സ് വിൽ ബി ദെയർ ഇൻ എ 3 phase റൊട്ടേറ്റിംഗ് ഫീൽഡ് ടൈപ്പ് ആൾട്ടർനേറ്റർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഹൗ മെനി സ്ലിപ്പ് റിങ്സ് വിൽ ബി ദെയർ ഇൻ എ 3 phase റൊട്ടേറ്റിംഗ് ഫീൽഡ് ടൈപ്പ് ആൾട്ടർനേറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 NOs, 2 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 3 NOs, ഓപ്ഷൻ ബി 2 NOs, ഓപ്ഷൻ സി 4 NOs. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാനുഫാക്ചർ എന്നതായിരുന്നു ഓപ്ഷൻസ്. അപ്പോൾ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 NOs. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പവർ ഫാക്ടർ ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഡാഷ്. ഓപ്ഷൻ എ സ്പീഡ്, ഓപ്ഷൻ ബി എക്സൈറ്റേഷൻ, ഓപ്ഷൻ സി ലോഡ്, ഓപ്ഷൻ ഡി പ്രൈം മൂവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് സിങ്ക്രണൈസിങ് ആൾട്ടർനേറ്റർ ഈസ് ടു യൂസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. The most reliable methods of synchronizing alternator is to use. Option A 3 lamp dark method, option B 3 lamp bright method, option C 2 bright 1 dark method, option D asynchronoscope. Correct answer option D ആണ്, asynchronoscope ആണ് correct answer. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്, ദ സ്പീഡ് ഓഫ് എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ടർ ക്യാൻ ബി വേരിഡ് ബൈ. സോറി, അത് റോങ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ. ഓപ്ഷൻ എ ഇൻ ഓംസ്, ഓപ്ഷൻ ബി കിലോ ഓംസ്, ഓപ്ഷൻ സി കിലോ വോൾട്ട്, ഓപ്ഷൻ ഡി മെഗ് ഓംസ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഡാഷ്. ഇതൊരു മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഒരുപാട് വട്ടം, ഈ കുറച്ച് നേരം മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ടും ഈ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഡാഷ് എന്നതാണ്. ഓപ്ഷൻ എ ഇൻ ഓംസ്, ഓപ്ഷൻ ബി കിലോ ഓംസ്, ഓപ്ഷൻ സി കിലോ വോൾട്ട്, ഓപ്ഷൻ ഡി മെഗ് ഓംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മെഗ് ഓംസ് ആണ്. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ 4 പോൾ 50 ഹെർട്സ് സിങ്ക്രണസ് മെഷീൻ റൺസ് അറ്റ് ഡാഷ് RPM. ഓപ്ഷൻ എ 750, ഓപ്ഷൻ ബി 3000, ഓപ്ഷൻ സി 1500, ഓപ്ഷൻ ഡി 1440. നമുക്കൊരു 50 ഹെർട്സ് 4 പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ RPM എത്രയായിരിക്കണം? 1500 ആയിരിക്കും. അടുത്തത് ബ്രിഡ്ജ് റെക്ടിഫയർ ഗേവ്സ് ഡാഷ്.
Option A, full wave rectified DC. Option B, half wave rectified DC. Option C, full wave rectified DC. Option D, half wave filtered DC. Correct answer option A ആണ് a full wave rectified DC. അടുത്ത question. When two capacitors 8 MFT are connected in parallel, the total capacitance is option A 4 MFD, option B 16 MFD, option C 2 MFD, option D 1/4 MFD. Correct answer option B ആണ് 16 MFD. അടുത്ത ക്വസ്റ്റ്യൻ 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡാഷ്. ഓപ്ഷൻ എ KWH ഔട്ട്പുട്ട് ടു ദ KWH ഇൻപുട്ട് പെർ ഡേ. ഓപ്ഷൻ ബി KWH ഔട്ട്പുട്ട് ടു KWH ഇൻപുട്ട്. ഓപ്ഷൻ സി ഇൻപുട്ട് പവർ ആൻഡ് ഇൻപുട്ട് പവർ. ഓപ്ഷൻ സി ഔട്ട്പുട്ട് പവർ ആൻഡ് ഇൻപുട്ട് പവർ. ഓപ്ഷൻ ഡി ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് KWH ഔട്ട്പുട്ട് ടു ദ KWH ഇൻപുട്ട് പെർ ഡേ. അടുത്തത് 53ാമത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർപോൾസ് ഇൻ എ DC ജനറേറ്റർ ആർ യൂഷ്വലി വൗണ്ട് വിത്ത്. ഓപ്ഷൻ എ ഫൈൻ ഗേജ് കോപ്പർ വൈൻഡിംഗ് വയർ. ഓപ്ഷൻ ബി ഇൻസുലേറ്റിംഗ് കവേർഡ് ബ്രാസ് കണ്ടക്ടർ. ഓപ്ഷൻ സി ഹെവി ഗേജ് വൈൻഡിംഗ് വയർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹെവി ഗേജ് വൈൻഡിംഗ് വയർ. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ 2 kW 200 വോൾട്ട് DC ജനറേറ്റർ വിൽ സപ്ലൈ എ ലോഡ് കറണ്ട് ഓഫ് ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 10 ആംസ് ആണ്. ഓപ്ഷൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ 2 ആംസ്, ഓപ്ഷൻ ബി 4 ആം, ഓപ്ഷൻ സി 20 ആംസ്, ഓപ്ഷൻ ഡി 10 ആംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 10 ആംസ്. അടുത്ത ക്വസ്റ്റ്യൻ. AC magnets are made of laminated iron to dash for better induction to reduce the eddy current losses for AC and DE use. അടുത്തത് ഓപ്ഷൻ ഡി to reduce the reluctance. കറക്റ്റ് ആൻസർ to reduce the eddy current losses എന്നതാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. AC മാഗ്നറ്റ് ആർ മെയ്ഡ് ഓഫ് ലാമിനേറ്റഡ്. സാധാരണഗതിയിൽ ഇതുപോലെ കോറൊക്കെ ലാമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഭാവിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഡ്ഡി കറണ്ട് ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. The purpose of oil in a transformer is to dash. Option A lubricate, option B cool the winding, option C insulate and cool, option D reduce eddy current. Correct answer option C insulate and cool ആണ്. അപ്പോൾ സാധാരണ ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് കുറച്ചൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂളിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻസുലേറ്റ് ആൻഡ് കൂൾ ആണ്. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. When the motor is standstill in an induction motor, the rotor frequency is. Question ഒന്നുകൂടി വായിക്കാം. When the motor is standstill in an induction motor, the rotor frequency is. Option A equal to the stator winding, option B higher than stator frequency, option C 0, option D lower than the stator frequency. Correct answer option A ആണ് equal to the stator frequency. അടുത്ത ക്വസ്റ്റ്യൻ. The synchronous speed of an 8-pole induction motor operates at 50 Hz supply is dash. Option A 3000 rpm, option B 1000 rpm, option C 1500 rpm, option D 7500 rpm. Correct answer option D ആണ് 7500 rpm.
അടുത്ത question, the direction of rotation of a DC motor is determined by option A Fleming's right hand rule, option B Fleming's left hand rule, option C clock screw rule, option D right hand grip rule. Correct answer option B Fleming's left hand rule. അടുത്ത ക്വസ്റ്റ്യൻ 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബാക്ക് ഇ എം എഫ് ഓഫ് എ ഡി സി മോട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാഷ്. ഓപ്ഷൻ ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ, ഓപ്ഷൻ ബി ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേറ്റർ, ഓപ്ഷൻ സി ഫീൽഡ് ഫ്ലക്സ്, ഓപ്ഷൻ ഡി ബ്രഷ് മെറ്റീരിയൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫീൽഡ് ഫ്ലക്സ്. എ സ്റ്റാർട്ടർ ഈസ് നെസസറി ടു സ്റ്റാർട്ട് എ ഡി സി മോട്ടർ ബിക്കോസ് ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. Option A control the motor speed, option B limit the starting current, option C limit the back EMF, option D limit the field current. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സ്റ്റാർട്ടർ നെസസറി ടു സ്റ്റാർട്ട് എ ഡി സി മോട്ടർ ബിക്കോസ് ഡാഷ്. ഓപ്ഷൻ എ control the motor speed, option B limit the starting current, option C limit the back EMF, option D limit the field current. Correct answer option B ആണ്, limit the starting current. അടുത്ത ക്വസ്റ്റ്യൻ, when the load is removed from an induction motor the speed will be option A decrease, option B remains the same, option C increase slight, option D equal to synchronous speed. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻക്രീസ് ലൈറ്റ്. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മോട്ടർ വുഡ് യു സെലക്ട് എ ഡ്രൈവ് ഫോർ എ ക്ലോക്ക്? വിച്ച് മോട്ടർ വുഡ് യു സെലക്ട് ആസ് എ ഡ്രൈവ് ഫോർ എ ക്ലോക്ക്? ഓപ്ഷൻ എ സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ബി ഡി സി സീരീസ് മോട്ടർ, ഓപ്ഷൻ സി സിംഗിൾ ഫേസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, ഓപ്ഷൻ ഡി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെലക്ഷൻ ഓഫ് എ ഡൊമസ്റ്റിക് പമ്പ് സെറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. സെലക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് പമ്പ് സെറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്വാളിറ്റി ഓഫ് വാട്ടർ ടു ബി ലിഫ്റ്റഡ്, ഓപ്ഷൻ ബി ഹൈറ്റ് ഓഫ് ദ വാട്ടർ ടു ബി ഡെലിവേർഡ്, ഓപ്ഷൻ സി ടൈം റിക്വയർഡ് ഫോർ ലിഫ്റ്റിംഗ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് നമ്മൾ ഏതൊക്കെ പാരാമീറ്ററാണ് നോക്കുക, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ലിഫ്റ്റഡ്, അടുത്തത് ഹൈറ്റ് ഓഫ് വാട്ടർ ടു ബി ഡെലിവേർഡ്, ടൈം റിക്വയർഡ് ഫോർ ലിഫ്റ്റിംഗ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇത്രയും ഈ 3 കണ്ടീഷനും നമ്മൾ നോക്കാറുണ്ടല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അടുത്തത് എ പമ്പ് മേ നോട്ട് ലിഫ്റ്റ് വാട്ടർ ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഇൻ ഡാഷ്. ഡെലിവറി പൈപ്പിലാണോ ലീക്കേജ് ഉള്ളത്, അല്ലെങ്കിൽ ഓപ്ഷൻ ബി സക്ഷൻ പൈപ്പിലാണോ, ഓപ്ഷൻ സി സ്റ്റെം ഓർ വെല്ലാണോ, ഓപ്ഷൻ ഡി ഓവർ ഹെഡ് ടാങ്കിലാണോ ലീക്ക് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, സാധാരണ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ ലീക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സക്ഷൻ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ടാങ്കിലോട്ട് വെള്ളം കയറില്ല അല്ലേ. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസറും. അതായത് സക്ഷൻ പൈപ്പ് ലീക്കേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫൂട്ട് വാൽവ് ലീക്കേജ് വന്നാലും നമുക്ക് വെള്ളം മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സക്ഷൻ പൈപ്പ്. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെനർ ഡയോഡ് ഈസ് ഓപ്പറേറ്റഡ് ആസ്. ഓപ്ഷൻ എ റിവേഴ്സ് ബയസ് മോഡ്, ഓപ്ഷൻ ബി ഫോർവേഡ് ബയസ് മോഡ്, ഓപ്ഷൻ സി യൂണി ഡയറക്ഷൻ, ഓപ്ഷൻ ഡി അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. കറക്റ്റ് ആൻസർ റിവേഴ്സ് ബയസ് മോഡാണ്. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ഫേസിങ് പ്രിവെൻറ്റർ ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബി നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി അൺബാലൻസ്ഡ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ഡി അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. കറക്റ്റ് ആൻസർ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ
അല്ല, അടുത്ത ക്വസ്റ്റ്യൻ 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ സേഫ്റ്റി ദ ഫ്യൂസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഓപ്ഷൻ എ ന്യൂട്രൽ വയർ, ഓപ്ഷൻ ബി എർത്ത് വയർ, ഓപ്ഷൻ സി എനി വയർ, ഓപ്ഷൻ ഡി ഫേസ് വയർ. കറക്റ്റ് ആൻസർ ഫേസ് വയർ ആണ്. അത് നമുക്കറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ELCBs ആർ സ്പെഷ്യലി യൂസ്ഡ് ടു ഡിസ്കണക്ട് ദ സപ്ലൈ ഇൻ ഡാഷ് കണ്ടീഷൻ. അതും നമുക്കറിയാം, ഗ്രൗണ്ട് ഓർ എർത്ത് അല്ലേ. ഗ്രൗണ്ട് ഓർ എർത്ത് കണ്ടീഷനിലാണ് സാധാരണ ELCB സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ELCBs ആർ സ്പെഷ്യലി യൂസ്ഡ് ടു ഡിസ്കണക്ട് ദ സപ്ലൈ ഇൻ ഗ്രൗണ്ട് ഓർ എർത്ത് കണ്ടീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. The frequency of a voltage generated by an alternator having 4 poles and running at 1800 rpm is dash. Option A 70, option B 60, option C 50, option D 45. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 60. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ. ദ കറണ്ട് ടേക്കൺ ബൈ ആൻ ഇലക്ട്രിക് അയൺ ഓഫ് 80 watts 240 volt ഈസ് ഓപ്ഷൻ എ 2 amps, ഓപ്ഷൻ ബി 3 amps, ഓപ്ഷൻ സി 4 amps, ഓപ്ഷൻ ഡി 5 amps. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 3 amps. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡാഷ്. ഓപ്ഷൻ എ സ്ക്വയർ ഓഫ് ദ പവർ, ഓപ്ഷൻ ബി സ്ക്വയർ ഓഫ് ദ റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി സ്ക്വയർ ഓഫ് ദ കറണ്ട്, ഓപ്ഷൻ ഡി സ്ക്വയർ ഓഫ് ദ ടൈം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ക്വയർ ഓഫ് ദ കറണ്ട്. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് 45 ohm ആൻഡ് 90 ohm in series is dash. Option A 135 ohm, option B 45 ohm, option C 68.7 ohm, option D 30 ohm. ഇപ്പോൾ സീരീസ് ആണെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കൂട്ടി എഴുതുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ, 135 ohm. The synchronous motor requires AC supply, DC supply and permanent magnet. DC supply only AC and DC. Synchronous motor requires AC and DC ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി AC and DC. അടുത്ത 75ാമത്തെ ക്വസ്റ്റ്യൻ. എ മെറ്റീരിയൽ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നെറ്റ് ഈസ് കോൾഡ്. A material that is slightly repelled by a magnet is called a diamagnet. The resistance of aluminum wire of a given length and diameter when compared with that of copper wire is option A same, option B more irrespective of the size, option B less irrespective of size, option D equal for certain specified length. Correct answer option B ആണ്, more irrespective of size. Correct answer option B, more irrespective of the size. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ ഗിവൺ ലെങ്ത് ഈസ് ഡബിൾഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബി ഡബിൾഡ്, ഓപ്ഷൻ ബി ബി ഹാഫ്ഡ്, ഓപ്ഷൻ സി റിമൈൻ ദ സെയിം, ഓപ്ഷൻ ഡി ബി 1/4 ടൈംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1/4 ടൈം. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെൽ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു. ഓപ്ഷൻ എ ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓപ്ഷൻ ബി ഡിക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓപ്ഷൻ സി ഡിക്രീസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ഇൻക്രീസ് ദ കറണ്ട് കപ്പാസിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അടുത്ത ക്വസ്റ്റ്യൻ. The collection of hydrogen gas around the positive electrode of a cell is called dash. Option A amalgamation, option B polarization, option C ionization, option D oxidation. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പോളറൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
The phase relationship between voltage and current in a pure capacitive circuit is dash. Option A, E may lead or lag by 90 degree. Option B, E leads I by 90 degree. അടുത്തത് ഓപ്ഷൻ സി, ഇ ആൻഡ് ഐ ആർ ഇൻ ഫേസ്. ഓപ്ഷൻ ഡി, ഇ ലാഗ്സ് ഐ ബൈ 90 ഡിഗ്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇ ലാഗ്സ് ഐ ബൈ 90 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, എ ലെഡ് ആസിഡ് സെൽ ഈസ് റീചാർജബിൾ ബിക്കോസ്. ഓപ്ഷൻ എ, ഇറ്റ്സ് ഇലക്ട്രോലൈറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് a wet cell. Option C, its reaction is reversible. Option D, its electrolyte has high sp resistance. Correct answer option C ആണ്. its reaction is reversible ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഈസ്. ഓപ്ഷൻ എ, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. ഓപ്ഷൻ ബി, DOL സ്റ്റാർട്ടർ. ഓപ്ഷൻ സി, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഓപ്ഷൻ ഡി, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ 100 Ah ബാറ്ററി ഷുഡ് ഡെലിവർ എ കറണ്ട് ഓഫ് 8 amp ഫോർ അപ്രോക്സിമേറ്റ്ലി ഡാഷ് ഹവേഴ്സ്. കറക്റ്റ് ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 12. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 2 10 MFT capacitors are connected in parallel is dash MFD. കറക്റ്റ് ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 5 MFD, ഓപ്ഷൻ ബി 10 MFD, ഓപ്ഷൻ സി 20 MFD, ഓപ്ഷൻ ഡി 100 MFD. കറക്റ്റ് ആൻസർ 20 MFD ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഈസ് ട്രൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഈസ് ട്രൂ? ഓപ്ഷൻ എ, cos phi equal to true power divided by apparent power. Option B, cos phi equal to apparent power divided by true power. Option C, cos phi equal to reactive power divided by true power. Option D, cos phi equal to true power divided by reactive power. Correct answer option A ആണ്, cos phi equal to true power divided by apparent power. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ 3-phase alternator the coils have a phase difference of dash degree. Option A 240 degree, option B 120 degree, option C 60 degree, option D 360 degree. Correct answer option B ആണ്, 120 degree. Power in a 3-phase balanced load is. Option A 2 VL IL cos phi. Option B √3 VP IP cos phi. Option C 3 VP IP cos phi. Option D 3 VL IL cos phi. Correct answer option C ആണ്, 3 VP IP cos phi. അടുത്ത ക്വസ്റ്റ്യൻ 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 watt meter method of power measurement is applicable in dash system. Option A, balanced as well as unbalanced load. Option B, balanced load. Option C, unbalanced load. Option D, out of balanced load. Correct answer option A ആണ്, balanced as well as unbalanced load. അടുത്ത ക്വസ്റ്റ്യൻ, apparent magnet MC instrument will read dash quantity. Option A, only AC. Option B, both AC and DC. Option C, pulsating DC. Option D, only DC. Correct answer option D ആണ്, only DC.
അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻ്റ് വിൽ റീഡ് ഡാഷ് ക്വാണ്ടിറ്റി. ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ, ഓപ്ഷൻ സി ഇൻക്ലൈൻഡ്, ഓപ്ഷൻ ഡി എനി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വെർട്ടിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ 91. Which of the following effect is used in a wattmeter? Option A thermal, option B electrodynamic, option C chemical, option D electrostatic. Correct answer option B ആണ്, electrodynamic. അടുത്ത ക്വസ്റ്റ്യൻ which of the following instrument cannot be used both AC and DC? Dynamometer type, option B moving iron type, option C hot wire type, option D ഇൻഡക്ഷൻ ടൈപ്പ്. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ പാസ് ത്രൂ 2 ohm 2 watt റെസിസ്റ്റർ വിൽ ബി ഡാഷ് ആംപ്. ഓപ്ഷൻ എ 4 amp, ഓപ്ഷൻ ബി 3 amp, ഓപ്ഷൻ സി 1 amp, ഓപ്ഷൻ ഡി 2 amp. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ യൂസിങ് ആൻ ഓം മീറ്റർ യു മസ്റ്റ് ഡാഷ്. ഓപ്ഷൻ എ സെലക്ട് ദ റേഞ്ച്, ഓപ്ഷൻ ബി ഷോർട്ട് ദ ലീഡ്സ്, ഓപ്ഷൻ സി സെറ്റ് ദ സീറോ, ഓപ്ഷൻ ഡി ഡു ഓൾ ദ എബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡു ഓൾ ദ എബോവ്. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മെഷർ റെസിസ്റ്റൻസ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ മില്യൺസ് ഓഫ് ഓംസ്, ഓപ്ഷൻ ബി ഓംസ്, ഓപ്ഷൻ സി ഹൺഡ്രഡ്സ് ഓഫ് ഓംസ്, ഓപ്ഷൻ ഡി തൗസൻഡ്സ് ഓഫ് ഓം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മില്യൺസ് ഓഫ് ഓംസ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ക്യാൻ ബി റിഗാർഡഡ് ആസ് ഡാഷ് ട്രാൻസ്ഫോമർ. ഓപ്ഷൻ എ സ്മോൾ കപ്പാസിറ്റി, ഓപ്ഷൻ ബി സ്റ്റെപ്പ് അപ്പ്, ഓപ്ഷൻ സി സ്റ്റെപ്പ് ഡൗൺ, ഓപ്ഷൻ ഡി ഹൈ റേഷ്യോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ ടങ് ടെസ്റ്റർ ഈസ് an instrument having dash. ഓപ്ഷൻ എ കറണ്ട് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് an ammeter, ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി മിനിയേച്ചർ ട്രാൻസ്ഫോമർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് an ammeter. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ 3-phase 4-wire സിസ്റ്റം a ന്യൂട്രൽ കറണ്ട് അറ്റ് ബാലൻസ്ഡ് ലോഡ് ഈസ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഹൈ, ഓപ്ഷൻ സി ലോ, ഓപ്ഷൻ ഡി എനി വാല്യൂ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ വാട്ട് മീറ്റർ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ആൻ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ്, ഓപ്ഷൻ ബി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ്, ഓപ്ഷൻ സി ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ്, ഓപ്ഷൻ ഡി ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് വാട്ട് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനും ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് ഡാഷ് റോട്ടർ. ഓപ്ഷൻ എ ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടർ, ഓപ്ഷൻ ബി വൗണ്ട് റോട്ടർ, ഓപ്ഷൻ സി ഡബിൾ കേജ് റോട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൗണ്ട് റോട്ടർ. ഇപ്പോൾ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. ഇത് PSC, SSC, UPSC പോലെയുള്ള എക്സാമുകൾക്കും അതുപോലെ തന്നെ ഗേറ്റ് എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളാണിത്. അപ്പോൾ പരമാവധി ഇത് എല്ലാവരും മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ നമ്മളിപ്പം കൂടുതൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പരമാവധി പഠിക്കാൻ പറ്റുന്നത്രയും പഠിക്കുക. ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.